നമ്മൾ ഞാൻ ഈ സിംറ്റംസ് ഒക്കെ പറഞ്ഞെന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ആരും പേടിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇത് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് നല്ലൊരു ഇതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസിസ് എന്ന് പറയുന്ന പാറ്റേണാണ്. അതായത് മറ്റേതൊക്കെ നമുക്കൊരു ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വീക്ക്നെസ് ഉണ്ട്, നമുക്ക് പഴയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പലതും ചെയ്യാൻ കഴിയില്ല, ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ പെയിൻ ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നതും ക്രൈസിസ് ആണ്. ക്രൈസിസിലേക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നമ്മൾ ക്രൈസിസിലൊന്നും എത്തുമല്ല. ഓരോ ദിവസവും ഇപ്പം അതിനെ ഫ്ലെയർ അപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടായിരിക്കും. ഒരു വൈറൽ ഫീവർ ആയിരിക്കും കാരണം. ആ വൈറൽ ഫീവർ വന്ന് നമുക്ക് പെതിയെ ആ ഒരു ഇതിലേക്ക് തുടങ്ങി, വീക്ക്നെസ് തുടങ്ങി, അധികം സംസാരത്തിൽ ചിലപ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും ക്രൈസിസ് വരുന്ന രീതി ഒരു ഡിപ്പെൻസാണ്. ചിലപ്പോൾ സംസാരത്തിൽ നിന്ന് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പം കഴിക്കാനുള്ള ബുദ്ധിമുട്ടിലായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ഓരോ ആൾക്കാർക്കും ക്രൈസിസ് എന്ന് പറയുന്ന ലെവലിൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈഫിനെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ, അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ബ്രീത്തിങ്ങിനാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, അതൊരു ക്രൈസിസ് ആണ്. വിട്ട് ബ്രീത്തിങ് പോകുമ്പം നമ്മൾ ശ്രദ്ധിച്ചോണം. കാരണം ചെസ്റ്റ് പെയിന്, ചെറിയ രീതിയിൽ ചെസ്റ്റ് പെയിൻസ് തുടങ്ങുക, അല്ലെ നല്ല ചുമയുണ്ട്, അതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം ചെറിയ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ തുടങ്ങുവാണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിനെ പോയി കാണണം. കാരണം അത് ക്രൈസിസിൻ്റെ തുടക്കമാണ്. ആ ക്രൈസിസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് വലിയൊരു സ്റ്റേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും ക്രൈസിസിൻ്റെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറെ പോയി കണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എടുക്കണം. കാരണം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെതായ വീക്ക്നെസ്, ലെൻസിൻ്റെ മസിൽസ് വീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓക്സിജൻ വെച്ചിട്ട് വല്ല കാര്യമില്ല. പിന്നെ ഒരു വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ കൂടിയാലേ നമുക്കത് എന്താ പറയുക ബ്രീത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ക്രൈസിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതിൻ്റെ പാറ്റേണിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ്, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. മറ്റേതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും, നമ്മുടെ ഡിസബിലിറ്റീസ്, വീക്ക്നെസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ക്രൈസിസ് എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കാൻ ആ ഒരു മസിൽസ് ബുദ്ധിമുട്ടായെങ്കിൽ നമ്മൾ പോകണം. ക്രൈസിസിന്റെ തുടക്കമാണ്. കാരണം അതും നമുക്ക് ഇതുപോലെ ആ സമയത്ത് അവിടുത്തെ മസിൽസ് വീക്കായിട്ട് നമുക്കറിയാം, ബ്രീത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവിടുത്തെ മസിൽസൊക്കെ. അപ്പോൾ അത് പോകണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രൈസിസിൻ്റെതായ പാറ്റേൺസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതാണ് ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അത് വെച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. പിന്നെ മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് എടുക്കുക. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. നമുക്കിതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽസിൽ ഇപ്പോൾ സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ സൈഡ് എഫക്റ്റിന് എഗനസ്റ്റ് ആയി അതിപ്പം ഷുഗർ കൂടും. അപ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ആ ഒരു മൊമെന്റിൽ ഷുഗർ എടുക്കുന്നത് ആ ഒരു പാറ്റേൺ കുറയ്ക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഒന്ന് ചേഞ്ച് ആക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് നാൾ സ്റ്റിറോയിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽറ്റിയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പം അതിന് പകരം അത്ര സൈഡ് എഫക്റ്റ് അല്ലാത്ത മെഡിക്കേഷൻ, ഇമ്മ്യൂണോ സപ്രസൻ്റ് ഒക്കെ ഉപയോഗിച്ച് നിൽക്കുന്നത്. അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ്. ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല, പക്ഷേ ഈസി ആക്കണം. കാരണം നമ്മുടെ മൈൻഡ് എത്രമാത്രം സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്നു, അത്രയാണ് നമുക്ക് ഏതൊരു രോഗത്തെ, ഈ ഒരു രോഗമൊന്നുമല്ല, ഒരസുഖം വരുമ്പോൾ ഞാൻ രോഗിയാണെന്ന് വിചാരിക്കാനേ പാടില്ല. നമ്മൾ നമ്മളോട് തന്നെ നെഗറ്റീവ് പറയാൻ പാടില്ലെന്ന് പറയത്തില്ലേ, അല്ല നമ്മൾ നമ്മളോട് തന്നെ രോഗിയാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പകരം നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ബെറ്റർ ആകാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ബെറ്റർ ഓപ്ഷനിലേക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഭയങ്കര ഹാർഡ് ഉള്ള ഇതാണെങ്കിൽ, സ്ട്രെയിൻ ഉള്ളതാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മുന്നിൽ ഓപ്ഷൻസ് ഒക്കെ വരും, നമുക്കത് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാനും, പിന്നെ നമുക്ക് എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ചിന്താഗതി പറയാം. ഇപ്പം നമ്മളെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ അസുഖം തന്നെ റെയറാണ്.
അപ്പം നമ്മളുടെ ഈ കണ്ടീഷനും നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ തുറന്നു പറയാതെ ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഇനി നമ്മൾ തുറന്നു പറഞ്ഞാൽ തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല, കാരണം അവർ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ല. അപ്പം ഞാനിത് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടി അല്ലെ അവർ അത് മനസ്സിലാക്കുമെന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. അവർക്ക് മനസ്സിലാവില്ല, അത് അവരുടെ തെറ്റല്ല, അവർക്കിത് അറിയില്ല. അവർ ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെയും ഇതുപോലുള്ള പേഷ്യൻസ് ആരെങ്കിലും ഇതുമായി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് കഴിയുന്നില്ല, അവർക്ക് മനസ്സിലാഗ്രഹമുണ്ട് പലതും ചെയ്യാൻ, പക്ഷെ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്, അല്ലെ അവരെ മനസ്സിലാക്കി അവരുടെ അവസ്ഥ എന്നതാണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആരാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അവരാണ്. അവർക്ക് ചിലപ്പോൾ രാവിലെ അവർ ഓടിക്കളിച്ച് നടന്നിരിക്കും, പക്ഷെ വൈകിട്ട് അവർക്ക് പറ്റണമെന്നില്ല. ഈവനിങ്ങിലാണെങ്കിൽ കൂടുതലും ഓരോരുത്തർക്കും പാറ്റേൺ വ്യത്യാസമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഈവനിങ്ങിലാണ് കൂടുതലും ഇതിൻ്റെ വീക്ക്നെസ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഓപ്പോസിറ്റൊക്കെ ആകാറുണ്ട്. ചില സമയത്ത് രാവിലെ ആയിരിക്കും, ചില സമയത്ത് ഉച്ചയ്ക്കായിരിക്കും, അത് പാറ്റേൺ മാറാറുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് കൂടുതലും ചോദിക്കുന്നത് ഈവനിങ്ങിൽ കൂടുതൽ ടയർനെസ് അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു ഡിഫിക്കൽട്ടുള്ള ലൈഫ് ജേർണി തന്നെയാണ്. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഇതിനെ ഫ്ലെയർ അപ്പ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഫീവർ, അതിനൊരു ടേക്ക് കെയർ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ എവിടെ നിന്നൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഫ്ലൂ ആയാലും വൈറൽ ഫീവർ ആയാലും മറ്റുള്ള അസുഖങ്ങളാണെങ്കിലും. പിന്നുള്ളത് സ്ട്രെസ്സ് നമുക്ക് നല്ല ഒന്നാന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ സ്ട്രെസ്സ് ഒന്ന് ചുറ്റുമുള്ളവർ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, രണ്ടെന്ന് പറഞ്ഞാൽ സ്വയം സ്ട്രെസ് ഏറ്റെടുക്കാതിരിക്കുക. ഇപ്പം എന്ത് സംഭവിച്ചാലും അവനവൻ്റെ ആരോഗ്യം നോക്കേണ്ടത് അവനവൻ്റെ അവസ്ഥയാണ്, അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ കാണുന്ന എല്ലാം എന്താ പറയുന്ന സ്ട്രെസ് എടുത്ത് തലയിലോട്ട് വെക്കാതിരിക്കുക. കുറേ എന്താണോ നിങ്ങളെ സന്തോഷകരമായി നിർത്തുന്ന അത് ചെയ്യുക. അപ്പം അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ സമാധാനത്തിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ സർജറി, മറ്റുള്ള ഡിസീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡിഫിക്കൽട്ടാണ്. ഈ ഒരു ഇതിൽ സ്ട്രെയിനും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ഞാനും കൂടുതലും അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്, കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം എന്താണോ ബോഡി പറയുന്നത് അതനുസരിക്കുക. നമ്മുടെ ബോഡി പാറ്റേൺ കാണിച്ചു തരും, നിങ്ങൾ ഇത്ര വീക്കാണ്, ഇത്ര വീക്കല്ല. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ടൈമിൽ നിങ്ങൾ 10 സ്റ്റെപ്പ് നടന്നോളൂ. നടക്കാൻ പറ്റാത്ത സമയത്ത് നമ്മളത് ചെയ്യണ്ട. നമ്മളത് ചെയ്യാതെ അത് ആ ലിമിറ്റഡ് ഇതിൽ ഒന്നും ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കാൻ ഒരിക്കലും പറയില്ല നിങ്ങളും. കാരണം നമ്മൾക്ക് രോഗിയായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഹാപ്പിനെസ് ആയിട്ട് എന്തെങ്കിലും അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്യാനാണ്. അപ്പം അത് തന്നെ ചെയ്തോളൂ. പക്ഷെ ഓവർ സ്ട്രെയിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ മാത്രമാണ് പറയുന്നത്. ഓവർ സ്ട്രെയിൻസ് അവോയ്ഡ് ചെയ്ത് നന്നായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് നല്ല പോസിറ്റീവ് മൈൻഡായിട്ടിരുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്കും നല്ലൊരു ഹോപ്പുണ്ട്. ഒരു റെമിഷനിലേക്ക്, നല്ല ലെവലിലേക്ക് എത്താനായിട്ട് നമുക്കൊരു ഹോപ്പുണ്ട്. അതെന്തായാലും സാധിക്കും. ഇനിയും ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ജനറലൈസ്ഡായിട്ട് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പോലെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എന്താണെന്ന് ലക്ഷണങ്ങളെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.